കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, ഹലോ. എൻ്റെ പേര് ദുർഗ. ഞാൻ ലേൺവൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ലേൺവൈസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് നോളജ് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കുക, അല്ലെങ്കിൽ ഈസിലി നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് BCOC 132 അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് ആണ്. ഇത് കോമൺലി BCOമിനാണെങ്കിലും അതുപോലെ തന്നെ BBA പ്രോഗ്രാമിനാണെങ്കിലും ഒരുപോലെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് PYQ അനാലിസിസ് തന്നെയാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, അതായത് ഇനി വരുന്ന അല്ലെങ്കിൽ ഈ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ഡിസംബർ 2024 എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഈ പ്രിപ്പറേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നത് ഈ പറയുന്ന നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് ഓൾസോ നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ഓരോ ടോപ്പിക് വൈസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു അനാലിസിസ് അഥവാ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലൂടെയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസിനെ കുറിച്ച്, അതായത് എന്തിനാണ് നമ്മൾ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് ഈ ഒരു ഗൈഡ് നമ്മളെ ആ ഒരു ഡോക്യുമെന്റ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, അതായത് നമ്മുടെ സബ്ജക്റ്റിന്റെ ബ്ലോക്ക് വൈസ് ആയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും എങ്ങനെയാണ് നമ്മൾ സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ സിലബസ് കവർ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് സിലബസ് മാപ്പിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് കമ്പാരറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടോപ്പിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ട്രെൻഡ് എങ്ങനെയാണ്, പാസ്റ്റ് പേപ്പേഴ്സിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് ഈ പറയുന്ന കമ്പാരറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് സ്റ്റേജ് എന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. അതായത് ഓരോ ബ്ലോക്സിൽ നിന്നും യൂണിറ്റ്സിൽ നിന്നും ടോപ്പിക്സ് വൈസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള, അതായത് ഡിസംബർ 2024 എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ആ പറയുന്ന പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്ത് തരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ്. നെക്സ്റ്റ് വരുന്നത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് ആൻസർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ കൂടി നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒബ്ജക്റ്റീവ്സും അപ്രോച്ചും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്
നമ്മുടെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഓരോ ഇപ്പം ബിസി ഷെഡ്യൂൾ ഉള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് നമുക്ക് പോസിബിൾ ആവണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മളെ നല്ല രീതിയിൽ ഓരോ ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ നമ്മുടെ സിലബസിൽ നിന്നും കൂടുതൽ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ട് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ നമ്മൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ സിലബസ് മാപ്പിംഗിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഓൾറെഡി ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് 5 ബ്ലോക്കുകളാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഈ 5 ബ്ലോക്കുകളിലും ഇമ്പോർട്ടൻസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്, ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന ബ്ലോക്കിൽ നിന്നുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന യൂണിറ്റിൽ നിന്നും 15 ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഓരോ യൂണിറ്റ് വൈസിനെ നമ്മൾ റെലവൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒക്യൂർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ഹൈ എന്നും മീഡിയം എന്നും അതുപോലെ തന്നെ ലോവർ റെലവൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഹൈ റെലവൻസ് എന്ന രീതിയിൽ വരുന്ന ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും വരുന്ന 2 യൂണിറ്റുകൾ, അതായത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഈ പറയുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് മീഡിയം റെലവൻസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ബിസിനസ് എന്റർപ്രൈസസ് എന്ന ബ്ലോക്കിൽ നിന്നും, അതായത് ബിസിനസ് എന്റർപ്രൈസസിന്റെ ഭാഗത്തിൽ നിന്നും ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസസ്, ഈ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ളത് ഒരു മീഡിയം റെലവൻസ് കൊടുത്തു പോകേണ്ട ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മാനേജ്മെന്റ് അതുപോലെ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്ന ഭാഗത്ത് നിന്നും പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതും അതുപോലെ തന്നെ ഓർഗനൈസിംഗ് എന്നുള്ളതും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട അല്ലെങ്കിൽ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ള ഭാഗത്തിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മോട്ടിവേഷൻസിന്റെ ഭാഗത്ത് നിന്നും 15 ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം റെലവൻസ് കൊടുത്തു പോകേണ്ട ഭാഗങ്ങളാണ്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, അതിൽ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് 30 ടൈംസ് ആണ് അത് ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും 10 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് കൺസിഡേർഡ് ഇൻ മീഡിയം റെലവൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഫ്ലോ ചാർട്ട് ആയിട്ടും അതുപോലെ തന്നെ പൈ ചാർട്ട് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഒരു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വൈസ് കവറേജിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ പ്രകാരം നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ്, അതായത് ആ ഒരു ടേബിൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിലബസ് പ്രകാരം ബ്ലോക്സ് ആയിട്ടും യൂണിറ്റ്സ് ആയിട്ടും നമ്മൾ ഏകദേശം ഒരു മനസ്സിലാക്കിയ രീതിയിൽ നിന്ന് നമുക്ക് പാസ്റ്റ് എക്സാംസിന് വന്നിട്ടുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്ന ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ള ഭാഗത്ത് നിന്നുമാണ് കൺസിസ്റ്റന്റ്ലി ഹൈ റെലവെന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ്സ്, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ തുടങ്ങി യൂണിറ്റ്സുകളിൽ നിന്നും എന്ത് വരുന്നുണ്ട്, പ്രോമിനന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു റെലവൻസ് കാറ്റഗറീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹൈ, മീഡിയം, ലോ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ബ്ലോക്കുകളെയും യൂണിറ്റുകളെയും അല്ലെങ്കിൽ ടോപ്പിക് വൈസിനെ നമ്മളിവിടെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാർ ചാർട്ട്, അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആ ഒരു ബാർ ചാർട്ടിന്റെ പ്രകാരം ഫ്രീക്വൻസി വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്, നമ്മൾ തീർച്ചയായിട്ടും ഹൈ റെലവൻസ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. യൂണിറ്റ്സ് ലൈക്ക് ഏതൊക്കെയാണ്, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇതെല്ലാം ഹൈലി ഫ്രീക്വന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുത്തു പോകേണ്ട ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ള രീതിക്ക് നമ്മൾ പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ നിന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആയിട്ട് പറയുന്നത് ഓർഗനൈസിംഗ്, മോട്ടിവേഷൻ അതുപോലെ തന്നെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ്. ഇതും അതിൻ്റെതായിട്ടുള്ള ഒരു
എന്ത് വരുന്നുണ്ട്, നമ്മളൊരു അറ്റൻഷൻ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുത്തു പോകേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ ഇഗ്നോ ഡിസംബർ 2024 എക്സാം പ്രിപ്പറേഷന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക്, അതായത് നമ്മുടെ തേർഡ് ഫേസ് ആയിട്ടുള്ള കമ്പാരറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മൾ അറിയാം ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ നമുക്ക് എക്സാംസിന്, ഇഗ്നോയുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 20 മാർക്സിനാണ് നോർമലി എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, എസ്എ ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ എന്താണ് ഇൻ ഡീപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും അനാലിസിസും അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇനി എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ഭാഗത്ത് നിന്നും എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഡിസംബർ 2020 നമുക്ക് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ദി ട്രഡീഷണൽ കൊമേഴ്സ് വിത്ത് ഇ കൊമേഴ്സ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ്. എന്താണ് ഇ കൊമേഴ്സ് എന്നും അതിനെ നമ്മൾ ട്രഡീഷണൽ കൊമേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക, അതിന്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഡിസ്അഡ്വാൻറ്റേജസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമുക്കൊരു 20 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വൈ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആർ റെക്ടിക്കുലർ ടു ഡെലിഗേറ്റ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൂൺ 2022 ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എസ്എ ടൈപ്പ് ഓഫ് കാറ്റഗറി ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് അഥവാ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. ആ ഒരു കാറ്റഗറിയുടെ എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് എക്സ്പ്ലനേഷൻസ് ആയിരിക്കണം നമ്മൾ ഈ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ജൂൺ 2023 നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്രിട്ടിക്സ് ആൻഡ് ഇവാലുവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തിയറിയിൽ ജഡ്ജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഇവാലുവേഷൻസ് എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഇമ്പാക്ട് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓൺ ഗ്ലോബൽ ബിസിനസ് ആയിട്ട് പറയുന്നത്. അതിന്റെ ആ ഒരു ഇമ്പാക്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അഥവാ കേസ് സ്റ്റഡീസ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ അഥവാ BCOC 132 നമുക്ക് കാണുന്നത് കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതൊരു അപ്ലൈഡ് സിനാരിയോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കറന്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കറന്റ് സിനാരിയോ തന്നുകൊണ്ട് അതിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് വളരെ കുറവാണ് വരാനുള്ള ചാൻസ് ആയിട്ട് വരുന്നത്.
ഇനി നെക്സ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ്, അതായത് രണ്ട് കാര്യങ്ങൾ തന്നുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മളോട് എഴുതാൻ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഡിസ്റ്റിങ്ഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് സോൾ ട്രേഡർ ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോ ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിരുന്നു. അപ്പം ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് കവറേജ് അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാംസിൽ നമുക്ക് ആ ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്സുകളാണ് ഏതൊക്കെ യൂണിറ്റുകളാണ് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് ആണ്. ആ ബ്ലോക്കിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക്സ് ലൈക്ക് ഏതൊക്കെയാണ്? ട്രഡീഷണൽ കൊമേഴ്സസ് വേഴ്സസ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഇതെല്ലാം ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ടിപ്പിക്കലി നമുക്ക് ചോദിച്ചിട്ടുള്ളത് എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിലുമാണ്. ഇനി ബ്ലോക്ക് 5 ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇത് കൺസിസ്റ്റന്റ്ലി നമുക്ക് മൾട്ടിപ്പിൾ എക്സാംസിലായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാം സെഷനിലായിട്ട് നമുക്ക് അപ്പിയർ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു എമർജിംഗ് ഫോക്കസ് ഏരിയാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഭാഗങ്ങളാണ് ടോപ്പിക്സ് ലൈക്ക് ഇന്നോവേഷൻ, ഡിജിറ്റൽ ഇന്ത്യ, ഈ കാര്യങ്ങൾ. അതായത് ബ്ലോക്ക് 1 നിന്നുള്ളതും നമുക്ക് റീസെന്റ് എക്സാംസിനെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ആണ്. അതായത് നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്സ് അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാവുന്ന മാർക്സിന്റെ ബേസിസിൽ നമ്മൾ ഈ ഒരു ബ്ലോക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് എന്നുള്ള ഭാഗത്തിൽ നിന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിൽ നിന്ന് നമുക്ക് എസ്എ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സ്കോർ ചെയ്യാവുന്ന മാർക്സ് എന്ന് പറയുന്നത് 10 to 15 മാർക്സ് ആണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് നോട്ട് ആൻഡ് എസ്എ കാറ്റഗറിയിൽ ക്വസ്റ്റ്യൻസ് വരാവുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4 കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, ആ ഒരു ഭാഗത്ത് നിന്നും 10 to 15 മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് വരാനുള്ള എസ്എ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസും ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളത്. അതിൽ നിന്നും പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് 50 to 20 മാർക്സ് നമുക്ക് ഈ പറയുന്ന എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 2 നിന്നുമാണ് നമുക്ക് കമ്പാരിസൺസ് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ടും കമ്പാരിസൺസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2 ബിസിനസ് എന്റർപ്രൈസസിന്റെ ഭാഗത്ത് നിന്നും. അതിൽ നമ്മൾ സോൾ ട്രേഡർ ഓർഗനൈസേഷനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് 10 to 20 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. ബ്ലോക്ക് 5 ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്നും 20 to 25 മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും പ്രാക്ടിക്കലി എക്സാമ്പിൾസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 5 എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രെൻഡിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്, ബാർ ഗ്രാഫ് ആയിട്ട് നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 5 തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് 40 to 50% ഓഫ് ടോട്ടൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് 3 and 5 ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ തന്നെ നമുക്ക് നോക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൂടുതലും. അതായത് 50 to 60% ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 30 to 40% ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ടിപ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അഥവാ ബ്ലോക്സിൽ നമ്മൾ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ലൈക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, മോർ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക. അതുപോലെ തന്നെ എസ്എ റൈറ്റിംഗ്, അതായത് നമ്മൾ എപ്പോഴും റൈറ്റിംഗിലൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എമർജിംഗ് ട്രെൻഡ് എന്താണ്, അതായത് ഡിജിറ്റൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ ടോപ്പിക്കുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റീസെന്റ് കൺസിഡറേഷൻസ് കൂടി അല്ലെങ്കിൽ റീസെന്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് പാറ്റേൺസ്, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡിൽ വരുന്ന കാര്യങ്ങൾ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്ത് പോകാനായിട്ട്
ശ്രമിക്കാം. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ്, ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ യൂണിറ്റ്സിൽ നിന്നും ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓരോ ബ്ലോക്സിൽ നിന്നും ബ്ലോക്ക് 1ലേക്ക് നോക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊമേഴ്സസ്, അതായത് ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. അതിന്റെ എന്താണ് കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ ചോദിക്കാറുള്ളത്. അതിന്റെ മാർക്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 10 മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി 3 ടൈംസ് ആണ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്താണ് ഇന്നോവേഷൻ, സ്റ്റെപ്സ്, അതിന്റെ സ്റ്റെപ്സ്, ഇന്നോവേഷനിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അത് 2 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി റിക്കർ ചെയ്ത് കാണുന്നത്. അതും 10 മാർക്സിന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വരാവുന്ന ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് സ്കിൽ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. 10 മാർക്സിന് തന്നെ സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് നോക്കുന്ന സമയത്ത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതില് എന്താണ് സോൾ ട്രേഡർ വേഴ്സസ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അതുപോലെ തന്നെ മഹാരത്ന, നവരത്ന, ഡിഫറെന്റ് സ്കീംസ്, പബ്ലിക് എന്റർപ്രൈസസിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമുക്ക് 10 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ് ഓഫ് പ്ലാനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 4 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ 10 to 15 മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. ഓർഗനൈസിംഗിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നുള്ളത്. അത് ഫ്രീക്വന്റ്ലി 2 ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ സാധിക്കുന്നുള്ളത്. 10 മാർക്സ് ആണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ബ്ലോക്ക് 4 കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് എന്താണ് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മോട്ടിവേഷന്റെ ഭാഗത്ത് നിന്നും ഹേഴ്സ്ബർഗ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്നുള്ളത്, അതായത് ഹേഴ്സ്ബർഗ് തിയറി മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതും 2 ടൈംസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി 5th ബ്ലോക്ക് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കുന്നത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, മാർക്കറ്റിംഗ് മിക്സ്, ഇതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, ആ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 10 മാർക്സിന് നമുക്ക് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ്. ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 3, അതുപോലെ തന്നെ ബ്ലോക്ക് 5 ആൻഡ് ബ്ലോക്ക് 4 ആണ്. ഈ പറയുന്ന 3 ബ്ലോക്സും അതായത് ഒരു 10 to 15 മാർക്സോളം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകളാണ്. ഇനി ഒരു പ്രിഫേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രിഫേർഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പ്ലാനിംഗ് ആൻഡ് ഇ കോമേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്നും എസ്എ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കമ്പാരിസൺസ് ലൈക്ക് സോൾ ട്രേഡർ വേഴ്സസ് പാർട്ട്ണർഷിപ്പ്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ അല്ലെങ്കിൽ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരാവുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരു പാറ്റേൺ ഓവർ റീസെന്റ് എക്സാംസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇന്നോവേഷൻസ് ആൻഡ് CSR, ഈ പറയുന്ന റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രോമിനൻസ് നമുക്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻസ് ഫോർ ഹൈലി ഫ്രീക്വൻസ് ഏരിയാസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് തന്നെയാണ്? ബ്ലോക്ക് 1 പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, മാർക്കറ്റിംഗ് മിക്സ് എന്ന ടോപ്പിക്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കൊമേഴ്സ്, ഇത് തന്നെയാണ് നമ്മൾ ഹൈ മാർക്സ് ക്യാരി ചെയ്യുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. സ്ട്രാറ്റജിക് ടോപ്പിക് റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഇതിനും എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യണം? എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് അവിടെ, അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ ഇൻ ഡീപ്പ് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ എന്താണ് ആ മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. അതായത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം, ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിലെല്ലാം റീസെന്റ് എക്സാം ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ബ്ലോക്ക് 1 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്, അതായത് ബ്ലോക്ക് 1 നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നോവേഷൻ ആൻഡ് ഇറ്റ്സ് പ്രോസസ്. അതിൽ എമർജിംഗ് ഫോക്കസ് ഏരിയാസ്, അതായത് നമുക്ക് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് എമർജിംഗ് ഫോക്കസ് ഏരിയാസ് ആണ് അല്ലെ, ഈ ഒരു റീസെന്റ് എക്സാംസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബിസിനസ് എന്റർപ്രൈസ് ബ്ലോക്ക് 2 നിന്ന് നോക്കുകയാണെങ്കിൽ സോൾ ട്രേഡർ വേഴ്സസ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസ് സ്കീംസ്, നവരത്ന, ഇതെല്ലാം നമുക്കൊരു എന്താണ് മീഡിയം, ആ ഒരു സ്കീംസ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഒരു മീഡിയം പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് രണ്ടും, അതായത് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിലും മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിലാണ് നമുക്ക് ഈ പറയുന്ന ഓർഗനൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും വരാവുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, ഇതിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരാവുന്ന ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. മീഡിയം ഒരു റെലവൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ഹെഴ്സ്ബർഗ് മോട്ടിവേഷൻ തിയറി എന്നുള്ളത്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, അതായത് 5th ബ്ലോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാറ്റഗറിയുടെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. ലോവർ കാറ്റഗറിയിൽ വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് HR മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോ ഓൾറെഡി പറഞ്ഞ പോലെ ഈ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഗ്രാഫ്സ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ടേബിളിന്റെ, അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു ടേബിളിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ നമ്മുടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ ഹൈ, മീഡിയം, ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്നും എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലൈക്ക് ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി എമർജിംഗ് ഫോക്കസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇന്നോവേഷൻസ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്, അതായത് എന്താണ് അവിടെ നമുക്ക് റീസെന്റ് എക്സാംസിൽ, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കൽ ട്രെൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ആ ഒരു ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ, അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആ ഒരു ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി, മീഡിയം പ്രോബബിലിറ്റി ആൻഡ് ലോവർ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ബ്ലോക്സിനെ, അതായത് ഓരോ സിലബസിലെ ഓരോ ബ്ലോക്സിനെയും യൂണിറ്റ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം ഹൈ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ലാർജർ കാറ്റഗറി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ്, അത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു മീഡിയം പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് മോട്ടിവേഷൻ തിയറീസ്, അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസ് സ്കീംസ്. ഇതെല്ലാം എന്താണ്, ഒരു മോഡറേറ്റ് പ്രിപ്പറേഷൻ കൊടുത്തു പോകേണ്ട ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇനി ലോവർ പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് HR മാനേജ്മെന്റ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ എന്താണ്, അത് അധികം നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സിന് നമ്മൾ എത്രത്തോളം അഡ്രസ് ചെയ്ത് അത്രത്തോളം ഈ പറയുന്ന ടോപ്പിക്കുകൾ നമുക്ക് അഡ്രസ് ചെയ്ത് കണ്ടിട്ടില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പൊ ഒരു സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ്, അഥവാ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്ന പ്ലാനിങ്,
ഡിസിഷൻ മേക്കിംഗ്, ഇ കോമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കോമേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഈ ഒരു ടോപ്പിക്സിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ടൈം വൈസ്ലി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഹൈ പ്രോബബിലിറ്റി ഏരിയാസിൽ തന്നെ നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഒരു കമ്പാരൻസി കവറേജ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ എന്താണ് കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. ബിക്കോസ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും എക്സാംസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം 3 hours ആണ് നിങ്ങളുടെ എക്സാംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. അതിൽ നമ്മൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, അപ്പം ഇതിലൊരു ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ കൊമേഴ്സ് വിത്ത് ഇ കോമേഴ്സ്, അതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാം എന്തൊക്കെയാണ് ഇ കോമേഴ്സിന്റെ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് 20 മാർക്സിന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്താണ് പ്ലാനിങ്, വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ് എന്നുള്ളത് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിളോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമുക്ക് 20 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നും അതിന്റെ പാരഡിസം ഷിഫ്റ്റുകൾ, അതായത് പല സ്റ്റേജസിലൂടെ കടന്ന് പോയതിനു ശേഷമാണ് നമുക്കിപ്പോ ഒരു മോഡേൺ ബിസിനസ്സിൽ ഇത്രത്തോളം ആ ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നത് 20 മാർക്സിന്. അതുപോലെ തന്നെ നമുക്ക് കേസ് സ്റ്റഡി ബേസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഐഡന്റിഫൈ വൺ സ്യൂട്ടബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫോർ യുവർ ബിസിനസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ഡു ഫേംസ് ബിക്കം മൾട്ടിനാഷണൽ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ് അസോസിയേറ്റഡ് വിത്ത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്താണെന്നും അത് റിലേറ്റ് ചെയ്ത് വരുന്ന റീസെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകേണ്ടത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ആണ്. വൈ ദ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് എന്തിനാണ് നമ്മളത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു എക്സാമ്പിളോട് കൂടി തന്നെ റെലവെന്റ് എക്സാമ്പിളോട് കൂടി തന്നെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളതും അതിന്റെ സ്റ്റേജസ്, അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമ്മുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജീസിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എസ്ഐ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, വെഞ്ചർ ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ 2 കാറ്റഗറീസ് അല്ലെങ്കിൽ 2 ടോപ്പിക്സ് തമ്മിലുള്ള ഡിഫറൻസസ്, അതായത് ബോണസും ഇൻസെന്റീവ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, സോൾ ട്രേഡർ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇതെല്ലാം നമുക്ക് ഷോർട്ട് കാറ്റഗറി അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിലൂടെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ സിലബസ് വൈസ് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസിൽ നിന്ന് നമുക്ക് ഏത് ബ്ലോക്കിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ടത്, അല്ലെങ്കിൽ ഓരോ റിപ്പീറ്റഡ്ലി പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കൂടുതലും കാണുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി
കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.